ഏതൊക്കെയാണ് ഹസാർഡ് കാറ്റഗറി എന്നുള്ളത്. കാറ്റഗറി 1A എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ റെഫർ ചെയ്യാനായിട്ട്. അത് നമ്മൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല. അതുപോലെ എച്ച് ഫ്രൈസ്, ആർ ഫ്രൈസുകൾ സർ മൊത്തത്തിൽ എത്ര കാറ്റഗറി ഉണ്ട്? സാധാരണ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ CMR ഗ്രൂപ്പാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഒരുപാടുണ്ട് കാറ്റഗറീസ്, 1A 1 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അത് ഡിഫറെൻറ്റ് കെമിക്കൽസിനും ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ് ആക്ച്വലി. GHSന്റെ അണ്ടറിലല്ലേ വരുന്നത് ഈ ആർ ഫ്രൈസ് എച്ച് ഫ്രൈസ് ഒക്കെ? അത് ഫ്രൈസുകളും GHSനകത്ത് കൂടുതൽ വരുന്നത് അതിന്റെ പിക്ടോഗ്രാംസ് ആണ്. ലാബലിംഗ് ഉണ്ടല്ലോ, അതായത് CLP റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻ ഉണ്ട്, കെമിക്കൽ ലാബലിംഗ് ആൻഡ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അതും CLPയും വ്യത്യാസമുണ്ട്. സോറി, GHSും വരുന്നുണ്ട്. ഗ്ലോബലി ഹാർമണൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ടെമ്പോ അല്ലെങ്കിൽ ടാങ്കറുകൾ കൊണ്ടുപോകുന്നില്ലേ, ഈ പെട്രോളും ഡീസലൊക്കെ കൊണ്ടുപോകാം. ആകുമ്പോൾ ഫയറിന്റെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടാകില്ലേ, അത് ഗ്ലോബലി എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണ്. അതിനാണ് നമ്മൾ ഗ്ലോബലി ഹാർമണൈസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഏകീകരിക്കുക. അപ്പോൾ ഏകദേശം 9ഓളം പിക്ടോഗ്രാംസ് ഉണ്ട് GHSനകത്ത്. 9ആണെന്ന് തോന്നുന്നുണ്ട്, 9 8 അത്ര ഉണ്ട്. അപ്പോൾ അത് ഏകീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ആക്ച്വലി ഇതെല്ലാം. നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ഈ ടാങ്കറിലൊക്കെ കാണുന്നത് 3YE എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഹാസ്കോം പ്ലേറ്റ് കണ്ടിട്ടില്ലേ? അതെ അതെ. അതൊരു ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ. NFB ഡയമെൻഡ്, ബ്ലൂ, പച്ച, നീല എല്ലാത്തിനും. അത് ഞാനൊരു ഹസാർഡസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് വരുന്നുണ്ട്, നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ NFPA റേറ്റിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അത് ഏതെങ്കിലും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഞാനിപ്പം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ഇപ്പം JCI അക്രഡിറ്റേഷന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഈ ഹാസ്മത്തിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കേണ്ടതുണ്ട്. അപ്പം അവർ അതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് NFPA റേറ്റിംഗ് സ്റ്റിക്കർ ചെയ്യണം, പിന്നെ NFPA ആ ഒരു ഞാൻ ഹസാർഡിന്റെ NFPA സ്റ്റാൻഡേർഡ്സ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ആ ലിസ്റ്റ് അയച്ചു തരുന്നുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ ഐറ്റംസിനുള്ള സ്റ്റാൻഡേർഡുകളുണ്ട് NFPA. ആ. NFPA എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക്, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ, നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ ഏജൻസി, അല്ലെങ്കിൽ എന്താ പറയാ, അസോസിയേഷനോ അതാണ് പറയുക, ഏജൻസിയാണ് ശരി. അപ്പോൾ ഈ H ഫ്രൈസും R ഫ്രൈസും നമുക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ അതിൻ്റെ 2 ഡോക്യുമെന്റ്സ് ഉണ്ട്. H ഫ്രൈസ് എന്ന് പറയുന്നത് ഹസാർഡ് ഫ്രൈസ് ആണ്. അതിനെ ഫ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു രൂപരേഖ നമുക്ക് തരുന്നു ആ ചെറിയ വാക്കുകൾ കൂടെ. R ഫ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ റിസ്കുകളാണ്, ഹസാർഡും റിസ്ക്കും. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, P സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് S സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ തന്നെ അല്ലെങ്കിൽ വേറെയും അക്രോണിമി S ഫ്രൈസസും ഉണ്ട്. സേഫ്റ്റി ഫ്രൈസസ്, P സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രിക്കോഷണറി സ്റ്റേറ്റ്മെന്റ്, പിന്നെ H സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹസാർഡ് സ്റ്റേറ്റ്മെന്റ്. അത് നമുക്ക് കാണാം, കുറച്ച് നമ്പറുകളൊക്കെയാണ് അതിലെന്തൊക്കെയാണ് പറയുന്നത്. ഇതിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാർസിനോജനിക് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളത്. അപ്പോൾ H ഫ്രൈസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആ നമ്പറുകൾ വെച്ചിട്ട് ലാസ്റ്റ് ഇതിന്റെ താഴെ തന്നെ നമുക്ക് കാണാം. ഇതിന്റെ താഴെ നല്ല ഫർദർ സ്റ്റെപ്പുകൾ നമുക്ക് കാണാം. കണ്ടോ, R41. ഞാനതൊന്ന് ഷെയർ ചെയ്യാൻ നോക്കാം. ആക്ച്വലി 1 മിനിറ്റ്. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടായിരുന്നില്ലേ R ഫ്രൈസസ്, കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ആയിരുന്നല്ലേ? ഓക്കെ, ഒരു വാക്യങ്ങളോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ മീൻസ് ടാബുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ നമ്മളെ കാറ്റലിസ്റ്റ് ആണ് കാണുന്നത്, എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് അതാണോ? ഓക്കെ. അപ്പോൾ ഈ R49 എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത് നമ്മുടെ ഇതിൽ എഴുതിയിട്ടുണ്ട്, മേ കോസ് ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി R49 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? R ഫ്രൈസസ് ആണ് ഇവിടെ കാണുന്നത്. 49 മേ കോസ് ക്യാൻസർ ബൈ ഇൻഹലേഷൻ. ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ എഴുതിയിട്ടുള്ളത്. ചില MSDSൽ ഇത് എഴുതില്ല, R49 മാത്രമേ എഴുതുള്ളൂ. ഇനി R48 ബാർ ഇട്ടിട്ട് വരുമ്പോൾ എത്രയാണ്? 48 20 ആണോ ഇവിടെ പറയുന്നത്? 23. Toxic, danger of serious damage to health by prolonged exposure through inhalation. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ആക്ച്വലി. ഞങ്ങൾക്കൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ. ഇനി നമുക്ക് വീണ്ടും കാറ്റലിസ്റ്റിലേക്ക് തന്നെ പോകാം. S ഫ്രൈസസ് നോക്കാം നമുക്ക്. S ഫ്രൈസസ് എന്താണ്? എൻ്റെ സേഫ്റ്റി ഫ്രൈസസ് ആണ്. S53, S45. അവോയ്ഡ് എക്സ്പോഷർ, ഒബ്റ്റെയിൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ബിഫോർ യൂസ്. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയുള്ളത്?
ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഇഫ് യു ഫീൽ അൺവെൽ സീക്ക് സെയിം തന്നെയാണ്. അതിലെഴുതിയുള്ള പോലെ തന്നെയായിരിക്കും ഇതിലും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കതൊരു റെഫറൻസ് ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ഇതിൽ ചില നമ്പറുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. കോൺസെൻട്രേഷൻ എത്രയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, തേർഡ് സെക്ഷൻ ഓഫ് MRCGS എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ്. കാർസിനോജൻ കാറ്റഗറി 1 ടോക്സിക് ആണ് ആക്ച്വലി. പിന്നെ ഇവിടെ കോൺസെൻട്രേഷൻ ഇത്ര ശതമാനമാണ്. ക്യാഷ് നമ്പർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അബ്സ്ട്രാക്റ്റ് സീരീസ് എന്നാണ് അതിന് പറയുക. പിന്നെ ഇൻഡെക്സ് നമ്പറുകളുണ്ട്. HEC ഇത് നമ്മൾ വീണ്ടും നോക്കിയാണ്. ഇനി അതിൻ്റെ കൺട്രോൾ മെഷർ, ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ആണ്. ഓരോന്നിനും മെഷേഴ്സ് ഉണ്ട്. എന്തൊക്കെ ചെയ്യണം ആസ് എ ഫസ്റ്റ് എയ്ഡ്. പെട്ടെന്ന് ആർക്കെങ്കിലും എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, മീൻസ് സൾഫ്യൂരിക് ആസിഡ് സ്കിന്നിൽ തട്ടി പൊള്ളും അല്ലേ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലുള്ള എന്തെങ്കിലും കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ്. ഇതിലൊരു കാറ്റഗറി ഉണ്ട്, H കാറ്റഗറി ഉണ്ട്. അതായത് H സ്റ്റേറ്റ്മെൻറ്റ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇതുകൊണ്ടോ ഹസാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിക്കോഷണറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. സെയിം ആണ് ആക്ച്വലി. ഇതാണ് ഹസാർഡ്, അതുപോലെ ഇതാണ് പ്രിക്കോഷണറി. രണ്ടും അക്സെപ്റ്റബിൾ ആണ്. ഇനി അടുത്തത് ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സ് ആണ്. എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. സാർ, ഈ ഫസ്റ്റ് എയ്ഡിൽ എനിക്കൊരു ചെറിയ ഡൗട്ട്. ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, ഇൻ കേസ് ഏതെങ്കിലും ഒരു കെമിക്കൽ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ കോൾഡ് റണ്ണിങ് വാട്ടറിൽ അത് ആ ഒരു എക്സ്പോസ്ഡ് ഏരിയ നനയ്ക്കണമെന്നുള്ളത്. അത് എങ്ങനെ, അത് ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? MIC നമ്മൾ കുറച്ചത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, മീഥൈൽ ഐസോസൈനേറ്റ്. അത് ഇൻഹാലേഷൻ വരുമ്പോഴാണ് കുഴപ്പം. ഓക്കെ, അത് നമ്മുടെ സ്കിന്നിൽ തട്ടി. ഓക്കെ, ഞാൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാണ്. നമ്മൾ വാട്ടർ വെച്ച് കഴുകി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? MICയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വളരെ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് ആണ് MIC, മീഥൈൽ ഐസോസൈനേറ്റ്. ഇനി ചില ആസിഡുകൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവില്ലേ? അതെ. സോ എന്താണ് MSDSലോ അത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത് പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് റിഫൈനറി പ്രോസസ്സ് കെമിക്കൽ ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റിലോ മെഡിസിനൽ മാനുഫാക്ചറിങ് യൂണിറ്റിലോ നമ്മുടെ ഈ നോളജ് ഒരു കാരണവശാലും കെമിക്കൽസിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യരുത്. ഒരു നോളജ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളിലുള്ളൊരു നോളജാണ് വെള്ളം വെച്ച് കഴുകുന്നത്. നമ്മുടെ വിചാരം വെള്ളം എല്ലാം കൊണ്ട് സേഫാണ്, പ്രശ്നമില്ല. പക്ഷെ സം ഏരിയാസ് നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന നല്ല പോലെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു എമർജൻസി റെസ്പോൺസിൽ നമുക്ക് പോകാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് കെമിക്കൽസ്. ഓക്കെ ഓക്കെ. ഓൾറൈറ്റ്. പിന്നെ അത് ഫയർ ഫൈറ്റിംഗ് മെഷേഴ്സ് ആണ്. പിന്നെ ആക്സിഡന്റ് റിലീസ് മെഷേഴ്സ് ആണ്. എന്തൊക്കെയാണ് വേണ്ടത്? ഇത് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. സിമ്പിളാണ് ആക്ച്വലി. ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്, എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ അകത്തുള്ള അതിന് വേറൊരു സംവിധാനമുണ്ട് നമ്മുടെ അടുത്ത്. കെമിക്കൽ സ്റ്റോറേജ്, ഏതൊക്കെ സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് കെമിക്കൽസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഓക്സിജനും അതുപോലെ LPG ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാതിരിക്കേണ്ട മീൻസ് നമുക്ക് സൈറ്റിൽ ചിലപ്പോൾ രണ്ടും ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മൾ അവിടെ അസറ്റിലും കട്ടിങ് ഉണ്ടാവാം വർക്ക് സൈറ്റിൽ. അപ്പോൾ അതിന് ഓക്സിജൻ ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്യും. ഇനി അതേ സൈറ്റിൽ തന്നെ നമുക്ക് ബ്ലോ ടോർച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഫയർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന LPG ആണ്. അപ്പോൾ ആ ഗ്യാസ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് ചിലപ്പോൾ LPG ഓപ്പറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ LPG ഡ്രിവൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ സ്റ്റോർ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് നമുക്ക് ആ സ്റ്റോറേജ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ഇത്ര ഡിസ്റ്റൻസ്, ഇത്ര തിക്നെസ് വേണം അതിൻ്റെ വാളുകൾക്ക്, ഇത്ര എന്താ പറയുക കണ്ടെയ്ൻമെൻറ്റ് വേണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കെമിക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. ഓരോ കെമിക്കൽസിനും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ. പിന്നെ സേഫ് ഹാൻഡ്ലിംഗ് ആണ്. ഹൈജീൻ മെഷേഴ്സ്, പേഴ്സണൽ ഹൈജീൻ, അതുപോലെ കൺട്രോൾ മെഷേഴ്സ്, EC നമ്പർ, യൂറോപ്യൻ കൗൺസിൽ ആൻഡ് ക്യാഷ് നമ്പർ, കെമിക്കൽ ഓരോ ഇതിനകത്തുള്ള കണ്ടൻസിൻ്റെയും
ഒന്നുകൂടെ അവർ ഡിവൈഡ് ചെയ്തതാണ്. എക്സ്പോഷൽ കൺട്രോളൊന്നും ഇതിനൊക്കെ വേണ്ട. MC വാല്യൂ, ഇതെന്താണ് വാല്യൂ എന്ന് നമുക്ക് പറഞ്ഞത്. ആക്ച്വലി ഇതൊരു OEL ആണ്. OEL എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? എക്സ്പോഷർ ലിമിറ്റിന്റെ ആണോ? എക്സ്പോഷർ ലിമിറ്റിന്റെ എന്തെങ്കിലും? അതായത് നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സൈറ്റിൽ ചിലപ്പോൾ വർക്ക് ചെയ്ത്, സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ബൈക്കും കാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതിന് പൊല്യൂഷൻ ടെസ്റ്റും ചെയ്യാറുണ്ട് അല്ലേ? ആ. അപ്പൊ അത് എന്താണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി? പൊല്യൂഷൻ സ്പെസിഫിക് ഇതിന് അണ്ടറിലാണോ എന്നുള്ളത്. എന്താണ് മെയിൻ ആയിട്ട് അതിൽ പൊല്യൂഷൻ ടെസ്റ്റ്? നമ്മൾ ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടോ? കാർബൺ മെയിൻ മോണോക്സൈഡ്. യെസ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് 0 ആയിട്ട് നമ്മുടെ നാട്ടിൽ വണ്ടികൾ ഓടിക്കാൻ പറ്റും നമുക്ക്? ഇല്ല ഇല്ല. ചിലത് മാത്രം പറ്റും. എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലേ? കാർബൺ മോണോക്സൈഡ് സാധാരണ ഹൈഡ്രോ കാർബൺസിന്റെ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ മുഖേന അതാണ് സാധാരണ ഒരു സോഴ്സ് ഓഫ് എന്താ പറയാ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിശ്ചിത ശതമാനം അല്ലെങ്കിൽ ഇത്ര അതിനെ PPM പറയാം, പാർട്സ് പെർ മില്യൺ. ഇത് എത്ര വരയ്ക്ക് നമുക്ക് ആവാം അല്ലേ എന്ന് പറയും. സാധാരണ ഒരു ഹ്യൂമൻ ആണെങ്കിൽ 35% അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് ആക്ച്വലി ലോങ് ടേം എക്സ്പോഷർ ലിമിറ്റ് എന്നാണ്. അല്ലെങ്കിൽ ഇനി ഷോർട്ട് ടൈം ഉണ്ട്, സ്റ്റെല്ലും ഉണ്ട്. അപ്പം ഷോർട്ട് ടേം എക്സ്പോഷർ, അതായത് എക്സ്പ്ലോസീവ് ഉണ്ട് ആക്ച്വലി. ഷോർട്ട് ടേം എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡ് തന്നെ 200 PPM വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 15 മിനിറ്റ് അത് ശ്വസിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഡെഡ്ലിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ട് കാണും, കുറച്ച് കാലം മുമ്പ്, കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പോ കാഠ്മണ്ഡുവിൽ നേപ്പാളിൽ നമ്മുടെ ഒരു മലയാളി ഫാമിലി 4-5 പേരോളം ഹോട്ടലിൽ വെച്ച് മരണപ്പെട്ടതാണ്. അറിയാതെ മരിച്ചു പോയി അവർ. അതെ അതെ. ഹീറ്റർ യൂസ് ചെയ്യാം. അപ്പൊ അത് ഉള്ളിലേക്ക് വന്നു കാർബൺ മോണോക്സൈഡ്. അത്ര ഡെഡ്ലിയാണ്. സോ ഇതെല്ലാം എല്ലാ കെമിക്കൽസിലും, മിക്കവാറും എല്ലാത്തിലും, പലതും കണ്ടെത്താത്ത ഇപ്പോഴും നമ്മൾ കെമിക്കൽസിൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ വളരെ 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 പുറകിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനാണ്. അപ്പൊ അറിഞ്ഞുള്ള വിവരങ്ങൾ മാത്രം ഈ MSDS എല്ലാം അവസാനം ഒരു വാക്ക് പറയും, ഇതൊക്കെയാണ് കറണ്ട് നോളജ് പ്രകാരമുള്ള ഇൻഫർമേഷൻ ആണെന്നുള്ളത്. അപ്പൊ അതിൽ അപ്പുറത്ത് വേറെയും പ്രോപ്പർട്ടീസ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ MSDS ഫുള്ളി അതിൽ റിലൈസ് ചെയ്യരുത് ആക്ച്വലി ഒരിക്കലും. ഓക്കെ. പിന്നെ ഞാൻ അടുത്ത സ്ക്രീനോടൊന്ന് ഷെയർ ചെയ്യാം. സോ ദാറ്റ് വി കൻ സീ AC നമ്പറും കാസ്റ്റ് നമ്പറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോക്കൽ അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് ആണ്. അതുപോലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പാർട്ടിക്കിൾ സൈസ് ഇതുവരെ അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് താഴത്തോട്ട് പോകുമ്പോൾ കണ്ടോ, ബോയിലിംഗ് പോയിന്റ്, സബ്ലിമേഷൻ പോയിന്റ്, ഫ്ലാഷ് പോയിന്റ്, ഇതൊന്നും അറിയത്തില്ല. ഈ എന്താ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ ഐഡിയ ഉള്ളതായിരിക്കും അല്ലേ? എന്താണ് ഫ്ലാഷ് പോയിന്റ്? ഫ്ലാഷ് പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഫയറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഫയർ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ എത്തുന്ന ഫയർ ഉണ്ടാകുന്നു. തീ പിടിക്കാനായിട്ട് ആവശ്യമായ നിശ്ചിതമായ ഒരു ടെമ്പറേച്ചർ നമുക്ക് എത്തണം. അപ്പൊ അതിന് സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പേപ്പറാണ്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കും, കാണുന്നുണ്ടോ? ഓക്കെ. ഞാനൊരു ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുകയാണ്. ലൈറ്റർ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് ഉടൻ തന്നെ പേപ്പർ കയറി കത്തി പിടിക്കുമോ? ആ സെക്കൻഡ് സ്പോട്ടിൽ ഇല്ല. ഒരു ചെറിയ 1-2 സെക്കൻഡ് പിന്നെ എടുക്കും അല്ലേ? ഒന്ന് ചൂടായിട്ട് ആണ് കത്തുന്നത്. അപ്പോൾ അത് ആ പേപ്പറിന് ചെറിയൊരു രാസഘടനയിലെ വ്യത്യാസം വരുത്തി അവിടെ ഒരു വേപ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇത് കത്തുന്നത്. അപ്പോൾ അങ്ങനെ കത്താൻ വേണം മിനിമൽ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് ഇത്രയും കുഴപ്പക്കാരനാണോ? എന്താണ് അരുൺ? ഫ്ലാഷ് പോയിന്റ് കൂടിയിരിക്കുകയാണെങ്കിൽ അത്രയും ഹൈലി ഫ്ലെയിമബിൾ ആയിരിക്കും.
ഉദാഹരണം പെട്രോൾ, ഡീസലൊക്കെ. എന്താണ് പെട്രോളിന്റെ ഡീസലിന്റെ വ്യത്യാസം? പെട്രോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലെയിം ഉണ്ടാവും. ഉം. ഡീസൽ ഒരു കുറച്ച് ടൈം എടുക്കുക. ഓക്കെ. സാധാരണ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒരു എന്താ പറയുക അലിഖിത അല്ലെങ്കിൽ ലിഖിതമായൊരു നിയമമുണ്ട് എല്ലാ ഓയിൽ ആൻഡ് ഗ്യാസിലും. പെട്രോൾ വണ്ടികൾ റിഫൈനറിക്കകത്തോ അല്ലെങ്കിൽ ആ പ്രിമൈസിനകത്തോട്ട് പോലും കടത്തി വിടത്തില്ല. ഈവൻ ഓണർ വന്നാൽ പോലും പുറത്ത് ഓഫീസിൽ വേണമെങ്കിൽ നിൽക്കാം. എന്നാൽ ഡീസൽ വണ്ടി ഈ റിഫൈനറി എന്ന് പറഞ്ഞാൽ 10-45 ചിലപ്പോൾ 50-60 ഒക്കെ ഏക്കർ വ്യാപിച്ച് കിടക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് തലച്ചോറ് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് യൂസ് ചെയ്തേ പറ്റൂ. പക്ഷെ അത് ഡീസൽ വെഹിക്കിൾസ് അലൗഡ് ആണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, കാതലായുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? ഇതിന്റെ 2 കാരണമുണ്ട്. ഒന്ന്, ഇതിന്റെ എഞ്ചിനിലുള്ള വ്യത്യാസങ്ങൾ. ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്റേണൽ കംപ്രഷൻ മുഖേന ഇഗ്നൈറ്റ് ആവുന്നതാണ്. പിന്നെ പെട്രോൾ എഞ്ചിൻസിനാണെങ്കിലോ ഒരു സ്പാർക്ക് പ്ലഗിന്റെ ആവശ്യമുണ്ട്. ഇഗ്നിഷൻ സ്വിച്ച് വേണം. അപ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടാവാം വേപ്പർ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പെട്രോൾ വണ്ടികൾ പുറത്ത് വെക്കുക. പിന്നെ അടുത്തത് പറയുന്നത് ഡീസലിന്റെയും പെട്രോളിന്റെയും ഫ്ലാഷ് പോയിന്റുകൾ തമ്മിൽ വളരെ അന്തരമുണ്ട്. അന്തരം എന്ന് പറഞ്ഞാൽ ഡീസല് കത്തിപ്പിടിക്കണമെങ്കിൽ, ഇതുപോലെ പേപ്പർ കത്തിപ്പിടിക്കണമെങ്കിൽ, സാധാരണ ഡീസൽ കത്തിപ്പിടിക്കണമെങ്കിൽ +40°C ടെമ്പറേച്ചർ വരണം. നേരെ മറിച്ച് പെട്രോൾ ആണെങ്കിൽ നിങ്ങളത് ഫ്രീസറിനകത്ത് കൊണ്ടുവച്ചാലും തീ കൊടുത്തു കഴിഞ്ഞാൽ കത്തിപ്പിടിക്കും. അതായത് പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് -4°C ആണ്. മൈനസ്, അതായത് സാധാരണ 0 മുതലാണ് 1, 2, 3 മുകളിലോട്ട് പോകുന്നത്. അത് അതിലും താഴേക്കാണ്. 0 എന്ന് പറഞ്ഞതാണ് ഐസ് ആവുന്ന അവസ്ഥ അല്ലേ? അതിലേക്ക് സബ്-0 എന്ന് പറയും. ഫ്രീസറിനകത്ത് വളരെ കാലമായി ഇരിക്കുമ്പോഴത്തെ അവസ്ഥയാണ് സബ്-0 എന്ന് പറയുന്നത്. ഈവൻ യൂറോപ്പിലൊക്കെ ചില സമയങ്ങളിൽ -20 വരേക്കും ടെമ്പറേച്ചർ താഴോട്ട് പോകാറുണ്ട്. സോ ഹൈലി ഡെഡ്ലി ആണ്. അപ്പം ഇതാണ് ഈ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ അത് നിങ്ങളുടെ ഇതിനു വേണ്ടി പറയുന്നതാണ് ആക്ച്വലി. പിന്നെ LEL എന്താണ് ചോദിക്കും? ലോവർ എക്സ്പ്ലോഷൻ ലിമിറ്റ്. അതിന് അറിയാൻ പറ്റില്ല. അത് അവിടെ ഇത്ര ചെറിയൊരു പെർസെൻറ്റേജ് ഇതുണ്ടായാൽ മതി തീപിടുത്തം ഉണ്ടാവാൻ. അതുപോലെ അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്, അത് എത്രത്തോളം കൂടിപ്പോയാൽ വരെ. അതിന് പറയാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എലമെന്റ്സ്, മെയിൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫയർ ഉണ്ടാവാൻ ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്. ഓക്കെ. സോ നമ്മൾ ഒരു കുപ്പി നിറയെ ഒട്ടും സ്ഥലമില്ലാത്ത അത്ര പെട്രോൾ എടുത്തു മൂടി വെച്ചു. ചെറിയൊരു ഇതിൽ കൂടെ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് അതിനകത്തൊരു ഇഗ്നിഷൻ കൊടുത്തപ്പോൾ ആ ഇത് കത്തുമില്ലേ? ക്ലിയർ ആയില്ല സർ. ഒരു കുപ്പി നിറയെ തുളുമ്പി പോകാവുന്ന ഫുൾ എന്നിട്ട് ചെറിയ ഒരു സൂചിപ്പഴുതിൽ പോലും അതിൽ താഴെയുള്ള സ്പേസിൽ കൂടെ നമ്മൾ എന്തോ നീഡിലോ ഇഞ്ചക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഇഗ്നിഷൻ ക്രിയേറ്റ് ചെയ്തു. തീ കത്തും അതിനകത്ത്? ഇല്ല. എന്താണ് കാരണം? വേപ്പർ ഇല്ല, ഓക്സിജൻ ഇല്ല അതിനകത്ത് അല്ലേ? കാരണം ഫ്യൂവൽ ഒരുപാടുണ്ട്, പക്ഷെ ഓക്സിജൻ ഇല്ല. അതിനാണ് നമ്മൾ അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി ആ കുപ്പിക തന്നെ പെട്രോൾ തീരില്ല, ഓക്സിജനും ഉണ്ട്, ഇഗ്നേറ്റ് ചെയ്താലും കത്തുവോ? ഫ്യൂവൽ ഇല്ല. അതാണ് ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുണ്ടെങ്കിലും അത് എത്രത്തോളം അപകടകാരിയാണെന്ന് ഈ പ്രോപ്പർട്ടി പറയും. ഇതെല്ലാം പക്ഷേ ഈ കെമിക്കലിനെ സംബന്ധിച്ചോളം നോട്ട് അവൈലബിൾ ആണ്, ടെസ്റ്റഡ് അല്ല. ഓക്കെ. ഇനി ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഇതിൻ്റെ. സോലബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി, റിയാക്ടിവിറ്റി. സ്റ്റേബിൾ ആണ് ആക്ച്വലി. ഉണ്ടോ? റിയാക്ഷൻസ്, ഇത് നമ്മൾ ഞാൻ പറഞ്ഞതിൽ എവിടെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞതിൽ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സാധനം, ഇതിനകത്തുള്ളൊരു കണ്ടന്റ് ആണ് നിക്കൽ കാറ്റലിസ്റ്റ്. ക്യാൻ ഫോം നിക്കൽ ടെട്രോ കാർബോളി. അത് കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസിൽ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഹൈലി ഫ്ലേമബിൾ ആണ്, ഹൈലി ടോക്സിക് ആണ്. അപ്പം ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഏതൊരു കെമിക്കൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ പോസിബിൾ റിയാക്ഷൻസ് കൂടെ നമ്മൾ അവിടെ കാണണം.
ഇത് സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒരു പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒഴുക്കി വിടുക, നമ്മൾ പമ്പ് ചെയ്യുകയാണ് ഇതിന്. ഇതുപോലെ ഒരു കെമിക്കലാണെന്ന് വെക്കുക, ഒരു റബ്ബർ പൈപ്പ് ലൈനിൽ കൂടെ കടത്തി വിടുമ്പോൾ ചിലപ്പോൾ റബ്ബറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണെങ്കിലോ, പ്ലാസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന, ഈവൻ മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നതാണെങ്കിലോ. സോ എല്ലാം നമ്മൾ നോക്കണം. സ്റ്റോർ ചെയ്യാനുള്ള പാത്രങ്ങൾ വരെ നമ്മൾ നോക്കണം ആക്ച്വലി. പിന്നെ ടോക്സിക്കോളജിക്കൽ ഇൻഫർമേഷൻസ് കുറേ കിട്ടുന്നുണ്ട്. അക്യൂട്ട് ഓറൽ ടോക്സിസിറ്റി, വായിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം പ്രശ്നമുണ്ട്, അതൊന്നും അവൈലബിൾ അല്ല കെമിക്കൽ ഫോഴ്സ്. പിന്നെ അക്യൂട്ട് ഓറൽ ടോക്സിസിറ്റി LD50. എന്താ LD50 എന്ന് പറയുന്നത്? ലീതൽ ഡോസും ലിത്തൽ ഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ എക്സാമ്പിൾ. ഡെഡ്ലി ആയിട്ടുള്ള ഒരു ശരിയാണ്, മരണകാരണകമാവുന്നത്. പക്ഷെ അതിന് നമുക്ക് എങ്ങനെയാണ് ഈ 50 ഇങ്ങനത്തൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഇത് കോവിഡ് നമ്മൾ അതിന് വാക്സിൻ കണ്ടെത്തി നേരിട്ട് മനുഷ്യരിൽ പരീക്ഷിക്കുകയാണ് ചെയ്തത്. ആരെങ്കിലും 5-6 ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഇത് ഇത്ര ഒരു 50 ml വാക്സിൻ കുത്തിവെച്ചു, ആള് കുഴപ്പമില്ല ഇവനോടെ ഉണ്ട്, അല്ലെങ്കിൽ ആൾ തട്ടിപ്പോയി. അപ്പൊ കുറച്ച് ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷിച്ചത്. അല്ല അല്ല എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും? അനിമൽസില് യെസ്, അതായത് ടെസ്റ്റ് അനിമൽസ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് റാബിറ്റ്, ഗിനി പിഗ്, അതുപോലെ റാറ്റ്. ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്.